പിഞ്ചൽ ചുഴലിക്കാറ്റിനോടനുബന്ധിച്ചുള്ള മഴ ഈ ജാഗ്രതയിൽ തന്നെയാണ് തമിഴ്നാട്, പുതുച്ചേരിയും കേരളവും ഉള്ളത്. സംസ്ഥാനത്താകട്ടെ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. അതേസമയം മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ 5 ജില്ലകളിൽ നിലവിൽ റെഡ് അലർട്ട് തുടരുകയാണ്. പത്തനംതിട്ടയിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നു. മലയോര പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും നീരൊഴുക്ക് ശക്തമായതിനാൽ ശബരിമല തീർത്ഥാടകർക്ക് മഴ മുന്നറിയിപ്പ് പിൻവലിക്കുന്നവരെ പമ്പാ നദിയിൽ ഇറങ്ങരുതെന്നുള്ള കർശന നിർദ്ദേശം കൂടിയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് എസ് ശാലിനി, പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ മുരളി, കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ, കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശാലിനിയിലേക്ക്. ശാലിനി, സംസ്ഥാനത്ത് നിലവിൽ മഴ അലർട്ട് നേരത്തെ ഉള്ളതിന് സമാനമാണോ, മാറ്റിയോ? പുതുക്കിയ മഴ മുന്നറിയിപ്പുകൾ വന്നുവോ? അനു, നിലവിൽ നൽകിയിട്ടുള്ള മഴ മുന്നറിയിപ്പ് അത് അങ്ങനെ തന്നെ തുടരുകയാണ്. 10 മണിയോട് കൂടിയായിരിക്കും അലർട്ടുകളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവുക. നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്നത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകൾക്ക് മാത്രമാണ് നിലവിൽ റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകൾക്കും ഒപ്പം കാസർഗോഡ് ജില്ലയ്ക്കും ഇന്ന് ഈ മണിക്കൂറിൽ ഓറഞ്ച് അലർട്ടാണ്. വരും മണിക്കൂറുകളിൽ ആ ജാഗ്രതാ മുന്നറിയിപ്പുകളിൽ മാറ്റം വരാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. 10 മണിയോട് കൂടിയാണ് ഇനി പുതുക്കിയ മഴ മുന്നറിയിപ്പ് വരാനുള്ളത്. ആ മഴ മുന്നറിയിപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഈ ചുഴലിക്കാറ്റിന്റെ തീവ്രത നേരിട്ട് കേരളത്തെ ബാധിക്കുന്നില്ല എങ്കിൽ പോലും അതിശക്തമായ മഴയാണ് സംസ്ഥാന വ്യാപകമായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഞാനുള്ളത് KSTMയുടെ ആസ്ഥാനത്താണ്, തിരുവനന്തപുരത്ത്. ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്ത് ഇപ്പോൾ മന്ത്രി K രാജന്റെ അധ്യക്ഷതയിൽ യോഗം ചേരുകയാണ്. നിലവിലെ മഴ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഏതൊക്കെ ജില്ലകൾക്ക് കാര്യമായ മുന്നറിയിപ്പുകൾ നൽകണം, ഒപ്പം തന്നെ ഏതൊക്കെ രീതിയിലായിരിക്കണം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുന്നതടക്കമാണ് ഇപ്പോൾ ഈ മഴ മുന്നറിയിപ്പ് പരിശോധിക്കുന്നു. ഒപ്പം തന്നെ ഇവിടുത്തെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ പരിശോധിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മെമ്പർ സെക്രട്ടറി KSTMയുടെ മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. റവന്യൂ മന്ത്രി K രാജന് നിലവിലെ സാഹചര്യങ്ങൾ വിശദീകരിച്ച് നൽകുകയാണ്. മഴ എവിടെയൊക്കെയാണ് ഇപ്പോൾ അതിശക്തമായ മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ ജില്ലകൾക്കാണ് കാര്യമായ മുന്നറിയിപ്പുകൾ വരും മണിക്കൂറിൽ നൽകേണ്ടത്, ഒപ്പം തന്നെ അതിതീവ്ര മഴ ഇനി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ എവിടെയൊക്കെയാണ്, ഒപ്പം തന്നെ ഈ മലയിടിച്ചിൽ, മണ്ണിടിച്ചിൽ ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ അത് നിലവിൽ എവിടേക്കാണ് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കാണുന്നത്, അതൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പരിശോധിച്ച് ക്രോഡീകരിച്ച ശേഷമായിരിക്കും ഒരു അന്തിമമായിട്ടുള്ള മഴ മുന്നറിയിപ്പിലെ മാറ്റങ്ങൾ കാര്യമായി 10 മണിയുടെ ബുള്ളറ്റിനിൽ നൽകുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം റവന്യൂ മന്ത്രി K രാജൻ മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ സംസ്ഥാനത്ത് ചില ജില്ലകളിൽ സാഹചര്യം തീവ്രമാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പത്തനംതിട്ട, ഇടുക്കി, വയനാട് അടക്കമുള്ള ജില്ലകളിൽ അതിശക്തമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകൾ ഏറെയായി പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മുന്നറിയിപ്പുകൾ ആ ജില്ലയ്ക്കും ഒപ്പം തന്നെ കരുതലും നൽകേണ്ടതായിട്ടുണ്ട്. നിലവിൽ റവന്യൂ വകുപ്പിൽ ഏതൊക്കെ തരത്തിൽ അവധിയെടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെ ജോലിയിൽ തിരികെ പ്രവേശിക്കാനുള്ള നിർദ്ദേശം റവന്യൂ മന്ത്രിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ നൽകിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഒരുപക്ഷെ പിഞ്ചാൻ ചുഴലിക്കാറ്റ് നേരിട്ട് കേരളത്തെ ബാധിക്കുന്നില്ല എങ്കിൽ പോലും അതിശക്തമായ മഴ വരുന്ന 4-ാം തീയതി വരെ തുടരുമെന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. പ്രത്യേകിച്ച് 4-ാം തീയതി വരെ സംസ്ഥാനത്തിന്റെ കേരള തീരത്ത് മത്സ്യബന്ധനം അടക്കമുള്ള കാര്യങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷദ്വീപ് മേഖലകളിൽ 5-ാം തീയതി വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതടക്കമുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. തീരദേശ മേഖലകളിൽ അതിശക്തമായ കാറ്റ് വീശുന്നുണ്ട്. 30 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റാണ് വീശുന്നത്. ആ മേഖലകളിൽ താമസിക്കുന്നവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിലവിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാര്യമായ മുന്നറിയിപ്പുകൾ ഒരുപക്ഷെ മുന്നറിയിപ്പിൽ മാറ്റങ്ങൾ 10 മണിയോട് കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ റവന്യൂ മന്ത്രി കുര്യാക്കോസുമായി ചർച്ച. നിലവിലെ ആശങ്കപ്പെടേണ്ടതൊന്നുമില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രത്യേക കൺട്രോൾ റൂമുകൾ അടക്കം ഈ മണിക്കൂറിൽ സർക്കാർ തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് ശബരിമല അടക്കമുള്ള മേഖലകളിൽ തീർത്ഥാടന കാലമാണ്. നിരവധി ആളുകൾ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള മഴ ആ മേഖലയിൽ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ശബരിമല അടക്കമുള്ള മേഖലകൾക്ക് പ്രത്യേക ജാഗ്രതയും പ്രത്യേക കരുതലുമാണ് ഈ മണിക്കൂറിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സർക്കാർ തലത്തിലുള്ള വിവിധ വകുപ്പുകളും നൽകുകയും ചെയ്യുന്നത്. തീർച്ചയായും റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം, അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ റവന്യൂ മന്ത്രി മാധ്യമങ്ങളെ കാണും അല്പസമയത്തിനകം എന്ന് തന്നെയാണ് കരുതുന്നത്. അതിലേക്ക് മടങ്ങിയെത്താം. ശാലിനി അവിടെ തന്നെ തുടരുക. നമുക്ക് പോകേണ്ടത് മറ്റു ജില്ലകളിലാണ്. നിലവിൽ പത്തനംതിട്ടയിൽ യെല്ലോ അലേർട്ട് ആണെങ്കിലും അവിടെ മലയോര പ്രദേശങ്ങളിലൊക്കെ മഴ ശക്തമാകുന്ന ഒരു കാഴ്ച തന്നെയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ തുടരുന്നത്. മിഥുൻ മുരളി അവിടെ നിന്ന് ചേരുന്നുണ്ട്. പമ്പാ നദി ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിലൊക്കെ ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം ജില്ലയിൽ നൽകിയിട്ടുണ്ട്. മിഥുൻ, അവിടുത്തെ നിലവിലെ സാഹചര്യം എങ്ങനെ?
നഗര വ്യത്യാസമില്ലാതെ എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചത്. വനമേഖലയിലും മലയോര മേഖലകളിലെല്ലാം ശക്തമായ മഴ ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നു. ഇന്ന് പുലർച്ചയ്ക്ക് ശേഷം വിവിധ മേഖലകളിൽ ഇടപെട്ടുള്ള മഴ മാത്രമാണ് ലഭിക്കുന്നത്. നഗരമേഖലയിൽ രാവിലെ ചാറ്റൽ മഴ മാത്രമാണ് ഉണ്ടായത്. പമ്പ, നിലയ്ക്കൽ മേഖലകളിൽ അടുത്ത 4 ദിവസത്തേക്ക് ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് ഈ മേഖലകളിൽ കർശന നിയന്ത്രണങ്ങളോടെ ജാഗ്രതാ മുന്നറിയിപ്പുകൾ തുടരുകയാണ്. പമ്പ നദിയിൽ തീർത്ഥാടകർ ഇറങ്ങരുതെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെയുള്ള സമയത്ത് കർശനമായിട്ടുള്ള നിയന്ത്രണമാണ് ഈ ഭാഗങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പമ്പ നദിയും കക്കി നദിയും സംഗമിക്കുന്ന ഭാഗത്ത് ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട്. ഈ ഭാഗത്ത് കക്കിയാറിൽ നിന്നും കലങ്ങിയ വെള്ളവുമാണ് വരുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തെ 2 തടയണകൾ തുറന്നു വിട്ടുകൊണ്ട് ജലസേചന വകുപ്പ് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. പമ്പ, നിലയ്ക്കൽ ഭാഗങ്ങളിൽ മുഴുവൻ സമയം പോലീസിന്റെയും ജലസേചന വകുപ്പിന്റെയും ഫയർഫോഴ്സിന്റെയും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. പമ്പയിൽ തീർത്ഥാടകർ അനിയന്ത്രിതമായി ഇറങ്ങുന്നതും മറ്റും തടയുന്നതിനുള്ള ക്രമീകരണങ്ങളും മേൽനോട്ടങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ആ ഭാഗങ്ങളിൽ ശക്തമായി മുന്നൊരുക്കങ്ങൾ തുടരുന്നുമുണ്ട്. ജില്ലയിൽ മറ്റ് നദികളിലൊന്നും ഇറങ്ങരുതെന്ന് ശബരിമല തീർത്ഥാടകർ ശബരിമല പാതയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ നദികളിലൊന്നും പമ്പയുൾപ്പെടെയുള്ള എല്ലാ നദികളിലും ഇറങ്ങരുത്, നദികൾ മുറിച്ചു കിടക്കരുതെന്നുള്ള ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അച്ചൻകോവിലർ, കക്കാട്ടാർ തുടങ്ങിയ നദികളിലൊന്നും ജലനിരപ്പ് ക്രമാതീതമായിട്ടുള്ള രീതിയിലേക്ക് ഉയർന്നിട്ടില്ല. അപകട ഭീഷണി ഉയർത്തുന്ന രീതിയിലേക്ക് ഈ ഭാഗങ്ങളിലൊന്നും ജലനിരപ്പ് ഉയർന്നിട്ടില്ല എന്നുള്ള കാര്യവുമുണ്ട്. വനമേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയാണ് ലഭിച്ചത്. നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമായ രീതിയിൽ തന്നെ രാത്രിയിൽ തുടരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പുലർച്ചെ മുതലുള്ള സമയത്താണ് മഴയ്ക്ക് നേരിയ ശമനം ഈ ഭാഗങ്ങളിൽ ഉണ്ടായത്. അതുകൊണ്ട് വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കൂടുതലായി ലഭിച്ചതുകൊണ്ട് നദികളിൽ ജലനിരപ്പ് ഉയരാനുള്ള അച്ചൻകോവിലാർ, കക്കാട്ടാർ, പമ്പയാർ ഉൾപ്പെടെയുള്ള വിവിധ നദികളിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്. പമ്പ, നിലയ്ക്കൽ മേഖലകളിൽ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗങ്ങളിൽ ശബരിമല തീർത്ഥാടകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഒപ്പം നിരീക്ഷണവും തുടരുന്നുണ്ട്. പമ്പ മേഖലയിൽ സുരക്ഷാ നിരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് കൂടുതൽ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യുന്നതിനുള്ള അനുമതിയും നിയന്ത്രിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാനന പാതയിൽ കൂടി തീർത്ഥാടകർക്ക് സഞ്ചരിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിൽ മുഴുവൻ ഭാഗങ്ങളിലും ഇടവിട്ടുള്ള മഴ മാത്രമാണ് ഇപ്പോൾ തുടരുന്നത്. നേരിയ ശമനം മഴയ്ക്കുണ്ട്, തീവ്രത കുറഞ്ഞിട്ടുമുണ്ട്. അനു. ശരി മിഥുൻ, ഇനി മലബാർ മേഖലയിൽ എപ്രകാരമാണ് എന്നതുകൂടി നോക്കേണ്ടതുണ്ട്. അനഘ ഹർഷൻ ചേരുന്നുണ്ട്. നമുക്ക് സ്ക്രീനിൽ തന്നെ കാണാം പ്രേക്ഷകർക്ക്. കാരണം തെക്കൻ ജില്ലകൾ ഒഴിച്ചു നിർത്തിയാൽ റെഡ്, ഓറഞ്ച് അലേർട്ടാണ് മറ്റ് ജില്ലകൾക്കുള്ളത്. അത് പ്രധാനമായും തിരുവനന്തപുരം, കൊല്ലത്ത് മാത്രമാണ് മഴ മുന്നറിയിപ്പ് നിലവിൽ ഇല്ലാത്തത്. ഇനി പത്തനംതിട്ട, ആലപ്പുഴ, അതോടൊപ്പം കോട്ടയം എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടും നേരിയ മഴ മുന്നറിയിപ്പ് ഉണ്ട്. മറ്റു ജില്ലകൾക്ക് കാര്യമായ മഴ മുന്നറിയിപ്പ് അലേർട്ടാണ് നിലവിൽ ഉള്ളത്. മലബാർ മേഖലയിലാണ് കൂടുതൽ റെഡ് അലേർട്ടുള്ളതും. അനഘ, അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? രാവിലെ കോഴിക്കോട് മഴയില്ല എന്നുള്ള വിവരം ലഭിച്ചിരുന്നു. പക്ഷേ മലബാർ മേഖലയിലെ മറ്റു ജില്ലകളിൽ പ്രധാനമായും ഈ കണ്ണൂരൊക്കെ റെഡ് അലേർട്ടാണ്, കാസർഗോഡ് ഓറഞ്ച് അലേർട്ടാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ എപ്രകാരമാണ് സ്ഥിതി? നിലവിൽ കോഴിക്കോട് ജില്ലയിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നതെങ്കിൽ പോലും രാവിലെ മുതൽ അന്തരീക്ഷം ശാന്തമാണ്. ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് ഈ സമയം വരെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇന്നലെ രാത്രി അതിതീവ്ര മഴ ഉണ്ടായിരുന്നു. അതായത് 1 മണിക്കൂറോളം നിർത്താതെ മഴ ഇന്നലെ രാത്രി പെയ്തിരുന്നു. ഇന്ന് പുലർച്ചയ്ക്കും അതിശക്തമായ മഴ തന്നെ ഉണ്ടായിരുന്നു. ആ മഴയിൽ കോഴിക്കോട് മിഠായി തെരുവിലുള്ള കടകളിൽ ആ ഭാഗത്തേക്കൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല നഗരത്തിൽ വിവിധയിടങ്ങളിലും വെള്ളം കയറിയിരുന്നു, ഓടകളൊക്കെ നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് രാവിലെ ആയതോടെ മഴ കുറഞ്ഞതോടുകൂടി ഈ വെള്ളമൊക്കെ ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എന്തായാലും അന്തരീക്ഷം മൂടിക്കെട്ടിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഈ മലബാറിലെ തീരപ്രദേശങ്ങളിലൊക്കെ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ബീച്ചിലൊക്കെ തന്നെ നിരവധി ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്നവർക്ക് കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരമാലകളൊക്കെ തന്നെ വലിയ രീതിയിലേക്ക് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവിടെ എത്തുന്നവർക്ക് കടലിൽ ഇറങ്ങരുത് എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മലയോര മേഖലയിലൊക്കെ തന്നെ ഇടവിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. പക്ഷെ എവിടെയും നിർത്താതെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമില്ല. എന്നാലും ഇന്ന് വരും മണിക്കൂറുകളിൽ മഴ കനക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കാരണം മഴ നിർത്താതെ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവിടെ ചാലിയാറുണ്ട്, കല്ലായിപ്പുഴയുണ്ട്, അങ്ങനെ പുഴയോരത്തിനടുത്ത് താമസിക്കുന്നവർക്കൊക്കെ കൃത്യമായ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മഴ നിർത്താതെ പെയ്യുകയാണെങ്കിൽ ഈ പുഴ കവിഞ്ഞൊഴുകാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഘട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ
മാറി താമസിക്കണം, ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ നീങ്ങണം. ആ രീതിയിൽ എല്ലാ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശവും മുൻകരുതലും ഒക്കെ തന്നെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ അന്തരീക്ഷം ശാന്തമാണ്, ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് ഉള്ളത്.